ഓട്ടോഇമ്മ്യൂൺ ഡിസീസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു 65 വയസ്സിന് താഴെയുള്ള സ്ത്രീകളിലെ അഞ്ചാമത്തെ പ്രധാനപ്പെട്ട ഒരു മരണകാരണമാണ് ഈ ഓട്ടോഇമ്മ്യൂൺ ഡിസീസ്. അത് കൂടുതലും സ്ത്രീകളിലാണ് കണ്ടുവരുന്നത്. എന്തുകൊണ്ടാണ് സ്ത്രീകളിൽ അത്രയും കൂടാൻ കാരണം? എക്സ് ഹോർമോൺ ഇനാക്ടിവേഷൻ, ഹൈ ലെവൽ ഓഫ് ആൻറ്റിബോഡീസ്, മറ്റു ഹോർമോൺസിൻ്റെ പ്ലേ, അങ്ങനെ പല കാരണങ്ങൾ റിസർച്ച് പറയുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരിയായി മറ്റെന്തോ ഒരു സൈക്കോളജി ഇല്ലേ? അതെ. നമ്മുടെ വീട്ടിലെ സ്ത്രീകൾ ചിന്തിക്കുന്ന രീതി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ വീട്ടിലെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ അവരുടെ പ്രശ്നങ്ങളായിരിക്കും. നമുക്ക് വരുന്ന ഓരോ നെഗറ്റീവ് ഇമോഷൻസും അവർ കാരണമാണെന്ന് അവർ ചിന്തിക്കും. നമ്മളുടെ ഇമോഷണൽ നീഡ്സ് അവരുടെ ഇമോഷണൽ നീഡ്സ് ആണ്. സോ ഐ ആം റെസ്പോൺസിബിൾ ഫോർ എവ്രി വൺസ് പ്രോബ്ലം എന്നുള്ളൊരു ഫീലിംഗ് സ്വാഭാവികമായിട്ടും നമ്മുടെ വീട്ടിലെ സ്ത്രീകളിൽ ഉണ്ടാവാറുണ്ട്. ഈ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ കാരണം പലപ്പോഴും സ്വന്തം ആരോഗ്യം നോക്കാനും അവർ മറക്കാറുണ്ട്. ഇതിനൊക്കെ ഉപരിയായിട്ട് തൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട്, അതുപോലെ തനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യേണ്ടി വരും, നമുക്ക് അതിനെതിരായിട്ട് തുറന്ന് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം അവിടെ ഉണ്ടാവില്ല. ഇങ്ങനെ പല നെഗറ്റീവായിട്ടുള്ള സർക്കംസ്റ്റൻസസിലൂടെ ഒരുപാട് കാലം കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഒരു ഓട്ടോഇമ്മ്യൂൺ ഡിസീസായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങളുടെ വീട്ടിൽ അതുപോലുള്ള സ്ത്രീകളുണ്ടെങ്കിൽ അവരെ കുറച്ച് സ്ട്രെസ് ഫ്രീ ആക്കാൻ വേണ്ടി നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക. അത് തീർച്ചയായിട്ടും അവരുടെ ഒരു ഗുഡ് ഹെൽത്തിന് നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും.